ഹായ് ഗൈസ്, ഇന്നെൻ്റെ ബാച്ചിലത്തെ അശ്വതിയുടെ മംസ് ട്യൂബ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ഒരു 4 പേരുടെ മംസ് ട്യൂബ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൊരാളാണ് എൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ അശ്വതി. അപ്പോൾ അശ്വതിക്ക് ഈ മാസമാണ് 9 മന്ത് ആകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കൂടി മാത്രമേ അവൾ ക്ലാസ്സിലുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മംസ് ട്യൂബി സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഇന്ന് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ബാച്ചിൽ മൊത്തത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 15 പേരാണുള്ളത്. അപ്പം ഞങ്ങൾ 15 പേര് കൂടി അവളുടെ വീട് സത്യത്തിൽ കൊല്ലത്താണ്. പക്ഷെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവളും അമ്മയും ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്, വീടെടുത്ത് താമസിക്കുകയാണ്. അപ്പം ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അവിടെ പോയി ഒരു കേക്ക് കട്ട് ചെയ്യാൻ അങ്ങനെ ആദ്യം വഴി അറിയാമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരൊക്കെ വഴി തിരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പം ലാസ്റ്റ് ഞങ്ങൾ അങ്ങനെ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയാതെ തന്നെ കൊണ്ട് തന്നെ അവൾ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നേ. ഇത് അശ്വതി തന്നെ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ കുഞ്ഞിനുള്ള ഷൂവും സോക്സും ക്യാപ്പും ഒക്കെ ആയിരുന്നേ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും എടുത്ത് തൊട്ട് തൊട്ട് നോക്കിയിട്ട് ഭയങ്കര രസമായിരുന്നു തൊടാൻ. ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് തൊടാൻ. അതും അശ്വതിയുടെ ഫ്രീ ടൈമിൽ ഉണ്ടാക്കുന്നതായിരുന്നു ഇതൊക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പം കൂടുതലായിട്ടും മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് തേജസ്വിയും മയൂരുമാണ്. അവർ രണ്ടുപേരും കേരളത്തിന് പുറത്തൊരാളാണ്. ഒരാൾ ഗുജറാത്തിൽ നിന്നും ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മലയാള ലാംഗ്വേജ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ മലയാളത്തിൽ ഓരോരോ വേർഡ്സുകൾ അവരെ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കുകയും അവരോട് മലയാളത്തിൽ അവരെ കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് എല്ലാവരോടും ഇരിക്കുമ്പം ചെയ്യുന്നത്. പിന്നെ നമ്മളങ്ങനെ അശ്വതിയോട് പറഞ്ഞു അവളുടെ വേറൊരു വൈറ്റ് ഡ്രസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് വരാൻ ഞങ്ങൾ അവളോട് പറഞ്ഞു. അവളങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടോ. പിന്നെ നമ്മളിനി മെയിൻ നമ്മുടെ മംസ് ടു ബി സെലിബ്രേഷനിലോട്ട് കടക്കുമായിരുന്നേ. അങ്ങനെ മംസ് ട്യൂബിയുടെ സാക്ഷി അശ്വതിക്ക് ഇട്ട് കൊടുത്തത് സ്നേഹമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ കേക്ക് സെലക്ട് ചെയ്തത് ടെൻഡർ കോക്കനട്ട് ആയിരുന്നു. നമ്മൾ പിന്നെ സെലക്ട് ചെയ്തത് എഗ്ലെസ് ആയിട്ടുള്ള കേക്കായിരുന്നു, കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ 1-2 വെജിറ്റേറിയൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ആഘോഷവും ചിരിയും കളിയും പിന്നെ ഫോട്ടോ എടുക്കലുമായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നീട് അശ്വതിയുടെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങനെ അടിച്ച് പൊളിച്ച്. അപ്പോൾ ഓക്കെ, ബായ്.